ഈ വർഷത്തെ കർക്കിടക രാമായണ മാസത്തോടനുബന്ധിച്ച് ഒരു തീർത്ഥയാത്ര പോയി. പഴനിയിലേക്കായിരുന്നു യാത്ര. കാലത്ത് വീട്ടിൽ നിന്നും 5 മണിക്ക് ഇറങ്ങി. 5:30 KSRTC ബസ്. സ്ത്രീകൾക്ക് ബസ്സിൽ ടിക്കറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും അച്ഛനമ്മ, ഏട്ടൻ, അനുജൻ, ഏട്ടൻ്റെ വൈഫ്, എൻ്റെ വൈഫ്, കുട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടി കുടുംബസമേതം 5:30 KSRTC ബസ്സിൽ നിന്നും യാത്ര തിരിച്ചു. 8 മണിക്ക് പഴനി എത്തി. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ തന്നെ അമ്മ ഇഡലി, രാവിലത്തെ ഫുഡ് 1 രൂപ ഇഡലി അതുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഒരു 10-20 ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നിന്നു 1 രൂപ വെച്ച് അങ്ങനെ ഇഡ്ഡലി വാങ്ങിച്ചു. എല്ലാവരും ഒരു 5 ഇഡ്ഡലി വീതം വാങ്ങിച്ചു. അത് കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നടന്നു. റോഡ് സൈഡോടെ ഇങ്ങനെ നടന്നു. ഒരു കടയിൽ കയറി ചായ കുടിച്ചു. അങ്ങനെ പോയി ചെരുപ്പെല്ലാം വെച്ച് മൊബൈൽ ഫോണും കൗണ്ടറുകളിൽ വെച്ചിട്ട് മല കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് കാലാവസ്ഥയൊന്നും കുഴപ്പമില്ല. നമ്മുടെ അവിടെ മഴയായിരുന്നു, അവിടെ മഴയൊന്നുമില്ല. നല്ല ചൂടായിരുന്നു. അങ്ങനെ കയറി മുകളിലെത്തിയപ്പോൾ 1 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നല്ല ദർശനം കിട്ടി. എന്നിട്ട് പുറത്തിറങ്ങി അന്നദാന കൗണ്ടറിൽ കയറി. അവിടെയും 1 മണിക്കൂറിൽ കൂടുതൽ വരി നിൽക്കേണ്ടി വന്നു ഭക്ഷണത്തിന് വേണ്ടി. അങ്ങനെ നല്ല ഭക്ഷണവും കഴിച്ച് താഴോട്ടിറങ്ങി. പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും പ്രസാദവും സ്നാക്സുകളും കൊയ്യാക്കയും പൊരിയും പേരക്കയും അങ്ങനെ എല്ലാം വാങ്ങി അവിടെ നിന്ന് മടങ്ങി. ഞങ്ങൾ സ്റ്റാൻഡിൻ്റെ മുന്നിലെത്തി. ഒരു ചായ കുടിച്ച് ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് ബസ് നോക്കുമ്പോൾ KSRTC ഞങ്ങൾക്ക് കിട്ടിയില്ല. ടൈം 10 മിനിറ്റ് വൈകിയത് കാരണം. എന്നിട്ട് അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് പൊള്ളാച്ചിയിലുള്ളതിൽ കയറി. നല്ല നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു അതിൽ. സമയം പോയതറിഞ്ഞില്ല. 1.5 മണിക്കൂർ പിന്നിട്ട് പൊള്ളാച്ചി എത്തിയത് എങ്ങനെയെന്ന് പോലും അറിഞ്ഞില്ല. അങ്ങനെ പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചിയിലിറങ്ങി അവിടെ നിന്നും ഓരോ ചായയും കടിയൊക്കെ കഴിച്ച് നമ്മുടെ മലബാറിൽ കയറി. അതിലും സ്ത്രീകൾക്ക് ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 5:30, 5:45 തിരികെ നമ്മുടെ വീടെത്തി. റോഡുകളെല്ലാം പക്ക റോഡുകളായിരുന്നു. അടിപൊളി റോഡുകൾ. കാരണം എന്താ വെച്ചാൽ എവിടെയും ഒരു കുണ്ടോ കുഴിയോ ഒന്നും ഇല്ലാതെ സൂപ്പറായിരുന്നു റോഡുകൾ. അതുപോലെ തന്നെ നമുക്ക് ടോളുകളൊക്കെ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ടോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ടോളും കൊടുത്തിട്ട് നമ്മൾ പ്രൈവറ്റായിട്ട് പോകുകയാണെങ്കിൽ ടോൾ കൊടുത്തിട്ട് വേണം പോകണമെങ്കിൽ. അതുകൂടാതെ നമ്മൾ ഡയറക്റ്റ് പാലക്കാട് പൊള്ളാച്ചി റോഡ് ഡയറക്റ്റായിട്ട് KSRTC പോയതുകൊണ്ട് സ്ത്രീകൾക്ക് എന്തെങ്കിലും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് പണിക്ക് പോകുന്നവരാണെങ്കിൽ ശരി, അവിടെ നിന്ന് തിരിച്ച് വരുന്ന സ്ത്രീകൾക്കാണെങ്കിൽ ശരി, നമുക്ക് എന്ത് ചെയ്യുക, ടിക്കറ്റ് ഇല്ലാതെ തന്നെ പോവാം. അവിടെ പോയാൽ കാണാൻ അടിപൊളി വെയിലായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ മഴയാണെങ്കിൽ അവിടെ അടിപൊളി വെയിലായിരുന്നു. ചെരുപ്പിടാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ കൗണ്ടറിലൊക്കെ ചെരുപ്പ് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തതിന് ശേഷമാണെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറുന്നത്. അവിടെ 1 മണിക്കൂർ ക്യൂ നിന്ന് നമ്മുടെ രാജാവിൻ്റെ വേഷമൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. പിന്നെ അന്നദാന കൗണ്ടറിൽ 1 മണിക്കൂർ നിൽക്കേണ്ടി വന്നു. അന്നദാനമൊക്കെ കഴിച്ചു. സാമ്പാറും അതുപോലെ രസവും മോരും പായസവും പപ്പടവും പിന്നെ 2 തരം ഉപ്പേരികളും അങ്ങനെയൊക്കെ കഴിച്ച് അടിപൊളി സദ്യ കഴിച്ചിട്ടാണ് തിരിച്ചിറങ്ങിയത്. പിന്നെ പർച്ചേസിംഗ് ആയിരുന്നു. കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട കാറ്, ബസ് തുടങ്ങിയ പർച്ചേസിംഗ്, അതുപോലെ തന്നെ പ്രസാദം, പൊരി, പിന്നെ നമ്മൾ ലേഡീസ് എന്താണ് ആവശ്യം അങ്ങനത്തുള്ള കാര്യങ്ങൾ വേണ്ടതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് ഒറ്റ നടത്താം ബസ് സ്റ്റോപ്പിൽ തന്നെ നടന്നു. ബസ്സിൽ നോക്കുന്ന സമയത്ത് 2:30 ബസ്സിൽ മിസ്സായി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പൊള്ളാച്ചിക്കുള്ള ബസ് കയറി. നമ്മുടെ ബസ് സ്റ്റോപ്പിൽ തന്നെ യൂറിനെല്ലാം ഉണ്ട്. അത് കാരണം പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ നിന്ന് ബസ് കയറി. നല്ല അടിപൊളി പ്രൈവറ്റ് ബസ്സായിരുന്നു. നല്ല പാട്ടുണ്ടായിരുന്നു. പാട്ടും കേട്ട് ആസ്വദിച്ച് പൊള്ളാച്ചി വന്നിറങ്ങി ഒരു ചായ കുടിച്ച്. അപ്പോഴേക്കും നമ്മുടെ എന്തായി, പ്രിയദർശൻ റെഡിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് പ്രിയദർശൻ ബസ്സിൽ കയറി. എല്ലാവർക്കും സീറ്റും കിട്ടി. അപ്പോൾ പൊള്ളാച്ചി മുതൽ നമ്മുടെ വീട് വരെ നിൽക്കേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് തന്നെ ബസ് ചാർജ് ഇല്ലാതെ അങ്ങനെ സുഖിച്ച് സന്തോഷത്തോടുകൂടെ യാത്ര പോയിട്ട് വന്നു. കുട്ടികൾക്ക് ലീവായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുട്ടികളുടെ ക്ലാസ് പോകുന്നുള്ള ടെൻഷനും ഇല്ലല്ലോ. അവർക്കൊരു എൻജോയ്മെൻറ്റായി. പൊതുവേ ഈ ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആളുകൾ ഈ തൊട്ട് അമ്പലത്തിൽ പോകുന്ന പോലെയാണ് പഴനിക്ക് പോകുന്നത്. കാരണം ബസ് കയറിയാൽ നേരെ അവിടെ കൊണ്ടാക്കി വിടും. അവിടെ നിന്ന് കയറി നേരെ ഇവിടെ കൊണ്ടാക്കി വിടും. ആ 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യണം. അമ്പലത്തിൽ പോകണം, സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫുൾ എൻജോയ് ചെയ്തിട്ട് ഇന്നലത്തെ കർക്കിടക സൺഡേ, രാമായണ മാസത്തിലെ സൺഡേ ഞങ്ങൾ മുരുകനെ കണ്ടു തൊഴുതിട്ട് വന്നു.